ഹായ്, യൂട്യൂബ് ചാനലിലേക്കുള്ള എൻ്റെ ഫസ്റ്റ് വ്ളോഗാണിത്. അമ്പലത്തിലൊക്കെ ചെറിയൊരു ട്രിപ്പ് പോകാനുള്ള പ്ലാനിൽ ഇറങ്ങിയേക്കൊണ്ട് ഞാനും എൻ്റെ ഫാമിലിയും ഊട്ടിക്ക് പോകാനാണ് പ്ലാൻ ചെയ്ത് ഇറങ്ങിയത്. പക്ഷെ കഥയ്ക്കൊരു ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. അത് പോണ വഴി ഞാൻ പറഞ്ഞുതരാവേ. പോണ വഴിയിൽ ഒരാളെയും കൂടെ പിക്കാനുണ്ട്. എന്നിട്ട് ഞാൻ എല്ലാവരെയും കാണിച്ചു തരാം. രാവിലത്തെ ഈ മോർണിംഗ് വ്യൂ ഇല്ലേ, എൻ്റെ പൊന്നോ, ഒരു മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന വ്യൂ ആണോ അത്. അപ്പം ഞങ്ങൾ ഇത്രയും പേരാണ് ഊട്ടിക്ക് പോകാൻ ഇറങ്ങിയേക്കുന്നത്. ട്രിപ്പ് പോകാൻ വേണ്ടി അതിരാവിലെ എഴുന്നേറ്റാരം കൊണ്ട് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. ഒന്നും നോക്കിയില്ല, ഒരു കടയിൽ കയറി ഇഡ്ഡലിയും സാമ്പാറും വാങ്ങിച്ചു. എല്ലാവരും ഇഡ്ഡലിയും സാമ്പാറും വാങ്ങിച്ചു കഴിച്ചു. 2 ഇഡ്ഡലി കഴിച്ചിട്ട് പോലും എൻ്റെ വിശപ്പ് മാറിയില്ലായിരുന്നു. പിന്നെ ഞാനൊരു ജ്യൂസൊക്കെ കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോയി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആർക്കോ ഒരാൾ ടോയ്ലറ്റിൽ പോകണ കാര്യം പറഞ്ഞപ്പോൾ എല്ലാവർക്കും പോകണമെന്നായി. പിന്നെ ഒന്നും നോക്കില്ല, ഒരു പെട്രോൾ പമ്പിൽ നിർത്തി കഴിഞ്ഞപ്പോൾ ഇവരാണെങ്കിൽ പോയിട്ട് വന്ന എക്സ്പീരിയൻസ് പറയണേ. ഐ മീൻ അപ്പിക്കഥ പറഞ്ഞുകൊണ്ടിരിക്കണേ. ചേട്ടനാണെങ്കിൽ ചേച്ചിയുടെ പുറകെ വീഡിയോ എടുത്തോണ്ടിരിക്കണേ. അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ ഹെവി മഴ കെട്ടി. അതൊക്കെ ഒരു ചെറിയ ഡിസ്റ്റൻറ്റ് പോണ വഴിക്ക് പറഞ്ഞുതരാന്ന് പറഞ്ഞില്ലേ, അത് ഇതാണ് കേട്ടോ. ഊട്ടിക്ക് പോകാൻ പറ്റൂല, ഊട്ടി ലോക്ക്ഡ് ആണ്. വീട്ടിൽ നിന്ന് നോക്കിയപ്പോഴേ ഞങ്ങൾക്ക് അറിയായിരുന്നു കേട്ടോ ഊട്ടി ലോക്ക്ഡ് ആണെന്ന്. പിന്നെ ഞങ്ങളുടെ സെക്കൻഡ് ഓപ്ഷനായ കൊടൈക്കനാലിലോട്ട് വിട്ട്. പോണ വഴിയിൽ നല്ല എന്റർടൈൻമെന്റ് ആയ അന്താക്ഷരിയും കളിച്ചോണ്ടാണ് ഞങ്ങൾ പോണത്. പിന്നെ പളനിമലയൊക്കെ കണ്ട് കോടയൊക്കെ ചെറുതായിട്ട് കണ്ടു തുടങ്ങി എന്ന് മനസ്സിലായപ്പോൾ എല്ലാവർക്കും വിശപ്പിന്റെ മണമടിച്ചെന്ന് കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വന്നത് മാഗിയാണ് കേട്ടോ. ഒരു രക്ഷയില്ല, ഈ തണുപ്പത്തി മാഗി കഴിക്കാൻ ഒരു ഫീല് അത് വേറെ തന്നെ കേട്ടോ. അങ്ങനെ മാഗിയൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഒരു രക്ഷയില്ലാത്ത കോട കിട്ടിയ, തൊട്ടടുത്തിരിക്കുന്ന ആളെ പോലും കാണാൻ പറ്റാത്ത കോട. ഇത് വീഡിയോയിൽ മനസ്സിലാവാത്തതാണ്. അങ്ങനെ ഞങ്ങൾ കൊടൈക്കനാലിലെത്തി. വെള്ളച്ചാട്ടവും കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചായ കുടിക്കാനുള്ള തോന്നല് വന്ന് ചായയും കുടിച്ച് അവിടെ നിന്നും കുറച്ച് ഇങ്ങനെ പോകുന്നു. എത്തിയിട്ടാണ് ഞങ്ങൾ റൂമൊക്കെ സെറ്റ് ചെയ്തത്. ഒരു ചേട്ടൻ ഞങ്ങൾക്ക് കിട്ടിയുള്ള റിസോർട്ട് സെറ്റ് ചെയ്ത് തന്നെ. ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്ത സ്ഥലത്തിന്റെ രാവിലത്തെ വ്യൂ. ഇത് ഞാൻ രാവിലെ ജസ്റ്റ് ചുമ്മാ ഒരു ക്ലിപ്പ് എടുത്തതാണ്. അങ്ങനെ ഞങ്ങൾ റൂമിലൊക്കെ വന്ന് കയറി ട്രാവൽ ചെയ്ത് വന്നിട്ട് നടുന്നോർത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം. ഇവിടെ ആണെങ്കിൽ ഒട്ടും ബോറടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഗെയിമിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. ക്യാരംസ്, ചെസ്, ഇതൊക്കെ കളിച്ച് ഇന്നത്തെ രാത്രി അങ്ങനെ പോയിട്ട് ഞങ്ങളുടെ.